ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാനുകളെ പറ്റിയും അതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയുമാണ്. ആരൊക്കെയാണ് ഇത് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ബിസിനസ് ഓണേഴ്സ് മുതൽ ഹൈ എൻഡ് ബിസിനസ് ഓണേഴ്സും അതുപോലെ തന്നെ ഏജൻസി ഓണേഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾ, ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, പുതിയ വരുന്ന ആളുകൾ എല്ലാവരും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. കാരണം ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില ഓപ്ഷൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളതും ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടറിൽ ഈ ഹോസ്റ്റിംഗ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹൈ പെർഫോമിംഗ് CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാനിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഫുൾ വീഡിയോ. സാധാരണ രീതിയിൽ ഒരു വെബ്സൈറ്റിൻ്റെ പെർഫോമൻസിന് നോർമൽ ഹോസ്റ്റിംഗ് പോരാ, ക്ലൗഡ് ഹോസ്റ്റിംഗ് വേണമെന്ന് നമുക്കറിയാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പല വീഡിയോയും ചെയ്തു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാലും മനസ്സിലാവും ഒരു നല്ല വെബ്സൈറ്റിൻ്റെ പെർഫോമൻസിന് എപ്പോഴും ക്ലൗഡ് ഹോസ്റ്റിംഗ് ആണ് ബെറ്റർ എന്നുള്ളത്. എന്നാൽ ഈ ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് പ്ലാൻസ് ഉണ്ട്. അതിൽ തന്നെ ഹൈ പെർഫോമൻസ് വരുന്നതാണ് CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാനുകൾ. ആദ്യമൊക്കെ ആമസോണിലും അതുപോലെ തന്നെ ഗൂഗിൾ ക്ലൗഡിലും ഒക്കെ ആയിരുന്നു കൂടുതലും ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഹോസ്റ്റിംഗ് പ്ലാൻസ് അവൈലബിൾ. ഈ CPU ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റിംഗ് പ്ലാനുകൾ ചൂസ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ബിസിനസ്സുകളാണെന്ന് ചോദിച്ചാൽ ലാർജ് ഇ-കൊമേഴ്സ് സൈറ്റ്സ്. ഇപ്പോൾ ഇനി തുടങ്ങുന്ന ഒരു ചെറിയ സൈറ്റ് ആണെങ്കിൽ പോലും ഇത് ചൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ട്രാഫിക് വരുന്ന ഇ-കൊമേഴ്സ് സൈറ്റുകൾ CPU ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റിംഗ് പ്ലാനുകൾ ആയിരിക്കണം ചൂസ് ചെയ്യാൻ. അതുകൂടാതെ തന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, അതായത് ചില സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്ക്, ഇതുപോലെ തന്നെ ട്വിറ്റർ, ലിങ്ക്ഡിൻ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിനെയൊക്കെ നമുക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എന്ന് പറയാം. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ തന്നെ സർക്കിളിലുള്ള ചില ന്യൂ ഇൻവെൻഷൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ ന്യൂ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയോ ഒക്കെ ചിലപ്പോൾ ചില സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് ഒക്കെ കൊണ്ടുവരാം. അങ്ങനെയുള്ള സൈറ്റുകളും ഇതുപോലെയുള്ള ഹൈ പെർഫോമൻസ് CPU ഒപ്റ്റിമൈസ്ഡ് പ്ലാൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി ഇതുകൂടാതെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ LMS പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി അവരുടെ സ്റ്റുഡൻസ് വന്ന് ലോഗിൻ ചെയ്ത് കാണുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, അതാണ് LMS പ്ലാറ്റ്ഫോം. ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്ന നിങ്ങൾ കസ്റ്റം മേഡ് ചെയ്യുന്ന LMS പ്ലാറ്റ്ഫോമിൻ്റെ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഹൈ പെർഫോമൻസ് ആയിരിക്കണം. അതിനുവേണ്ടിയും ഇതുപോലെയുള്ള CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാൻസ് ചൂസ് ചെയ്യാറുണ്ട്. യൂഷ്വലി ഇത് ഗൂഗിൾ ക്ലൗഡിലും അല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ ക്ലൗഡിലുമൊക്കെയാണ് പലരും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് ഡിജിറ്റൽ ഓഷ്യനിലൂടെ നമുക്കിത് സാധ്യമാവുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ ഓഷ്യനെ പറ്റി പറയുന്നത് ചോദിച്ചാൽ, ക്ലൗഡ് വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ പലതവണ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഡിജിറ്റൽ ഓഷ്യൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ സെർവേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് 3 days ഫ്രീ ട്രയലിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ബേസിക് പ്ലാൻ മുതൽ ഇപ്പോൾ നമുക്ക് CPU ഒപ്റ്റിമൈസ്ഡ് പ്ലാൻ വരെ അവൈലബിൾ ആണ്. അപ്പോൾ ബേസിക് പ്ലാനിലൊക്കെ നമുക്ക് സാധാരണ വെബ്സൈറ്റുകളൊക്കെ ആണെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ ഒരു ഹൈ എൻഡ് വെബ്സൈറ്റുകൾ എപ്പോഴും CPU ഒപ്റ്റിമൈസ്ഡ് പ്ലാൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ CPU ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ യൂഷ്വലി CPU ഓവർലോഡ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് കൂടുതലും അൺകാഷ്ഡ് ഡൈനാമിക് കണ്ടന്റ് യൂസേഴ്സ് ലോഗിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഡാറ്റാബേസ് ക്വയറീസിൻ്റെ ഇൻഎഫിഷ്യൻസി, അതുപോലെ എക്സസീവ് അജാക്സ് അല്ലെന്നുണ്ടെങ്കിൽ ഹേർട്ട് ബീറ്റ് റിക്വസ്റ്റ്, ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ചില ക്രോൺ ജോബ്സ് അല്ലെങ്കിൽ ചില സ്കെഡ്യൂൾഡ് ടാസ്കുകൾ നടക്കുന്നുണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ കൺകറൻറ്റ് യൂസർ ആക്ഷൻസ്, അതായത് ഒരു സൈറ്റിൽ വന്ന യൂസർ പെട്ടെന്ന് ചിലപ്പം ആഡ് ടു കാർട്ട് കൊടുക്കുന്നുണ്ടാവാം, പെട്ടെന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നുണ്ടാവാം. ക്വിക്കായിട്ടുള്ള ഇതുപോലുള്ള ആക്ഷൻസ്, ഇത് ഒരുപാട് യൂസേഴ്സ് സൈറ്റിൽ വരുന്നവരെല്ലാം ഇതേ ആക്ഷൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ വെബ്സൈറ്റ് CPU ഓവർലോഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ചില പ്ലഗിൻസിൻ്റെ, വേർഡ്പ്രസ് വെബ്സൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്ലഗിൻസിൻ്റെ എഫിഷ്യൻസി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ബഗ് കാരണവും നമ്മുടെ വെബ്സൈറ്റിൽ CPU ഓവർലോഡ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇതിനെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹൈ പെർഫോമൻസ് CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാനുകൾ ചൂസ് ചെയ്യേണ്ടത്. മെയിൻലി നമ്മുടെ വെബ്സൈറ്റിന് ബോട്ടിൽ നെക്ക് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഹൈ ആണ് പല സാഹചര്യങ്ങളിലും. അപ്പോൾ എന്താണ് ബോട്ടിൽ നെക്ക് ഇഷ്യൂ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ബോട്ടിൽ നെക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റ്, അതായത് CPU, അതല്ലെന്നുണ്ടെങ്കിൽ മെമ്മറി, അതല്ലെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ്, ഇതിലെന്തിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കുകയും നമ്മുടെ സൈറ്റ് സ്ലോ ആവുകയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന ഡാറ്റ ഫാസ്റ്റായിട്ട് കൊടുക്കാതെ ഇരിക്കും. ഇതെല്ലാം ബോട്ടിൽ നെക്ക്
ഇഷ്യൂസാണ്. ഇതൊരു സെർവർ സൈഡിലുള്ള കമ്പനികൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി പോകേണ്ടതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വെബ്സൈറ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഇതുപോലുള്ള ഇഷ്യൂസിനെയൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള നോളജും കൂടെ ഉള്ളവരെ കൂടെ നിർത്തണം നിർബന്ധമായിട്ടും. കാരണം ബോട്ടിൽ നെക്ക് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് വരുന്ന ട്രാഫിക്, നമ്മുടെ വെബ്സൈറ്റ് ചിലപ്പോൾ ഫാസ്റ്റായിട്ട് ലോഡാകും, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ആക്ഷൻസ് പലതും സ്ലോ ആയിരിക്കും. ഇത് ബോട്ടിൽ നെക്ക് ഇഷ്യൂസ് കാരണമാണ് ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും ഒരു കോമ്പോണൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെമ്മറി ചിലപ്പം ഫില്ലായിട്ടായിരിക്കാം, CPU ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പം ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയുമൊക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള ഹൈ പെർഫോമൻസ് CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാനുകൾ ചൂസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ഡിജിറ്റൽ ഓഷ്യൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹൈ പെർഫോമൻസ് ഉള്ള CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാൻസ് വേണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ എവിടെ നിന്നാണ് നമ്മളൊരു ഹൈ പെർഫോമൻസ് CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങളുള്ളത്. അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമാണ്. ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ക്ലൗഡ് വേസ് പ്ലാറ്റ്ഫോമിൽ നമുക്കിഷ്ടമുള്ള സെർവേഴ്സ് ചൂസ് ചെയ്യാം, ഏത് കമ്പനിയുടെ വേണമെങ്കിലും. അതിൽ ഡിജിറ്റൽ ഓഷ്യൻ ഉണ്ടാവും, വൾച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ലിനോഡ് ഉണ്ട്, AWS ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ക്ലൗഡ് ഉണ്ട്. ഏതിൻ്റെ സെർവേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലൂടെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ക്ലൗഡ് വേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലൗഡ് വേസിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി സൈനപ്പ് ചെയ്ത് 3 days ട്രയൽ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ക്ലൗഡ് വേസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ക്ലൗഡ് വേസിൽ ഡിജിറ്റൽ ഓഷ്യൻ്റെ പ്ലാൻ ചൂസ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കമ്പാരിറ്റീവ്ലി മറ്റുള്ള കമ്പനികളെക്കാട്ടിലും ഡിജിറ്റൽ ഓഷ്യൻ്റെ പ്ലാൻസ് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. ഡിജിറ്റൽ ഓഷ്യൻ്റെ പ്ലാൻസിൽ തന്നെ നമ്മൾ CPU ഒപ്റ്റിമൈസ്ഡ് പ്ലാൻ ചൂസ് ചെയ്യുക. ഡിജിറ്റൽ ഓഷ്യനിൽ തന്നെ ബേസിക് പ്ലാൻസ് ഉണ്ട്, ജനറൽ പർപ്പസ് ഉണ്ട്, GPU ഉണ്ട്, അതുപോലെ തന്നെ CPU ഉണ്ട്. ഈ CPU ഒപ്റ്റിമൈസ്ഡ് പ്ലാനിൽ തന്നെ 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലാർജ്, XL, 2XL, അതുപോലെ തന്നെ 4XL. ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു 4GB, 8GB RAM, 16GB RAM, 32GB RAM, 64GB RAM, ഇതിനനുസരിച്ച് നമുക്കിതിനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നെ പ്രത്യേകമായി എഴുതി വെച്ചിട്ടുണ്ട് ഐഡിയൽ ഫോർ ഇ-കൊമേഴ്സ് സ്റ്റോഴ്സ് ആൻഡ് ഇൻറ്റൻസീവ് ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഹൈ ട്രാഫിക് വെബ്സൈറ്റുകൾ കാണുന്നുണ്ടെങ്കിൽ XL പ്ലാൻ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബിൽഡ് ഫോർ മിഷൻ ക്രിട്ടിക്കൽ ബിസിനസ് ആപ്ലിക്കേഷൻസ്, അതായത് വലിയ ബിസിനസ് ആപ്ലിക്കേഷൻസിനാണെന്നുണ്ടെങ്കിൽ 2XL പ്ലാൻ. ഇതാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇതിന് എറൗണ്ട് മാസം വരുന്നത് $530 പക്ഷേ നല്ല രീതിയിലുള്ളൊരു വെബ്സൈറ്റിന് ഇതുപോലെയുള്ള കോസ്റ്റുകൾ വരും. സാധാരണ രീതിയിലുള്ള ആളുകൾ ഇതിനെപ്പറ്റി അധികം ചിന്തിക്കണമെന്നില്ല. നിങ്ങൾക്ക് ബേസിക് പ്ലാൻസിലേക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ പറയുന്നത് വലിയ IT കമ്പനീസൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് പ്ലാനുകൾ, വലിയ ആപ്ലിക്കേഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെയുള്ള സൈറ്റുകളൊക്കെ ആണ് പെർഫോം ചെയ്യാൻ പോകുന്നതെങ്കിൽ, അതുപോലെയുള്ള സൈറ്റുകളോ അതുപോലെയുള്ള ഇൻവെൻഷൻസോ ആണോ നിങ്ങളുടെ എങ്കിൽ ഡെഫിനറ്റ്ലി ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ് ഇതുപോലെയുള്ളൊരു കോൺസെപ്റ്റുമായിട്ടാണ് പ്രോഡക്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരുടെ ഹോസ്റ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഇതുപോലെ CPU ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ അല്ല എങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, സാർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ബേസിക് ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്ലാനാണ്. ഇതുപോലെയുള്ളൊരു ക്ലൗഡ് ഹോസ്റ്റിംഗ് പ്ലാൻ വലിയ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ 100% നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് CPU ഒപ്റ്റിമൈസ്ഡ് പ്ലാനിലേക്ക് മൂവ് ചെയ്യണം. അവിടെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ട്രാഫിക്കിനനുസരിച്ചുള്ള പ്ലാൻസ് ചൂസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സിൽ യാതൊരുവിധ നഷ്ടങ്ങളും ഉണ്ടാവാതെ നമ്മളുടെ യൂസേഴ്സിന് ആവശ്യമുള്ള സമയത്ത് കൃത്യമായി ഡേറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളൊരു മൂവി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മളൊരു ഫുഡ് ഡെലിവറി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ അത് ഒരുപാട് ടൈം ഡിലേ സംഭവിച്ചാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? നമ്മളൊരു ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ആ കമ്പനിക്ക് വലുതായിരിക്കും. അപ്പോൾ തന്നെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകും ആളുകൾ മൂവ് ചെയ്യും. അപ്പം യൂസേഴ്സിനുണ്ടാവുന്ന ഒരു അർജൻസി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാൻസ് വേണം ചൂസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഹൈ പെർഫോമൻസിന് വേണ്ടി CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് വേസിൻ്റെ ചാറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഉപയോഗിക്കാം. 24/7 സപ്പോർട്ട് സിസ്റ്റം ഇവരുടെയുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ വളരെ ചെറിയ ഡൗട്ട് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ വീഡിയോയുടെ കമൻ്റായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ് ഒരു
വലിയ വിഷനുള്ളൊരു ബിസിനസ്സാണ്, ഒരുപാട് ട്രാഫിക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള CPU ഒപ്റ്റിമൈസ്ഡ് ഹോസ്റ്റിംഗ് പ്ലാൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ക്ലൗഡ്വേസ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം. ക്ലൗഡ്വേസ് ബൈ ഡിജിറ്റൽ ഓഷ്യൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ലൗഡ്വേസ് ഒരു ഇൻ്റർമീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയും ചെയ്യും. ക്ലൗഡ്വേസ് എന്ന് പറയുന്ന കമ്പനി ഡിജിറ്റൽ ഓഷ്യൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്ത് പോകാവുന്ന ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും ഒക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമുക്ക് തന്നെ ഇതിനെ അപ്സ്കെയിൽ ചെയ്യാനും അതുപോലെ തന്നെ ഡൗൺഗ്രേഡ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഈ ഒരു പ്ലാനിലുണ്ട്. മുന്നേ നമ്മളൊരു സെർവർ ഡൗൺഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലോൺ ചെയ്തിട്ട് ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇതുപോലത്തെ CPU ഒപ്റ്റിമൈസ്ഡ് പ്ലാൻസിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മാനുവലി നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സെർവറിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും. ഇതെല്ലാം നമ്മളുടെ കൺട്രോളിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. എത്ര എമൗണ്ട് ആണ് അടുത്ത മാസം നമുക്കുണ്ടാവുക, ഓരോ മാസം എത്ര എമൗണ്ട് അപ്രോക്സിമേറ്റ് വരുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ സെർവർ യൂസേജ് വരുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് തന്നെ കാണാനായിട്ടും സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ളൊരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇതിൻ്റെ കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യുക. ഇതിൻ്റെ ആക്സസ് മാത്രം നിങ്ങളുടെ മറ്റ് ഡയറക്ടേഴ്സിനോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിനോ വെബ് ഡെവലപ്മെൻറ്റ് കമ്പനിക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം എപ്പോഴും ഇതുപോലെയുള്ളൊരു സെർവറിൻ്റെയൊക്കെ പ്ലാൻസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി. സോ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം ക്ലൗഡ്വേസ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് 3 days ഫ്രീ ട്രയൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കും അതിൻ്റെ കൂപ്പൺ കോഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് സൈനപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഈവൻ ഇഫ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സൈറ്റ് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫ്രീ മൈഗ്രേഷൻ ഓപ്ഷൻസും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ക്ലൗഡ്വേസിൻ്റെ സപ്പോർട്ട് സിസ്റ്റവുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആണെങ്കിലും ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും ഈ ഫാക്റ്റ് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിൻ്റെ ബിസിനസ്സിൻ്റെ ഹോസ്റ്റിംഗ് പ്ലാൻ കൃത്യമായിട്ട് ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ വെബ്സൈറ്റിന് വേണ്ടുന്ന കറക്റ്റ് നിർദ്ദേശങ്ങൾ കൊടുത്ത് നല്ല ഹോസ്റ്റിംഗ് പ്ലാനിലേക്ക് മൂവ് ചെയ്ത് അവരുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ബിസിനസ് ഓണേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് കൊണ്ടുപോവുക. ടിൽ ദെൻ ബൈ, സുബിൻ.